ഇത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ എന്റെ ചേട്ടൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ നെയ്യാർ ഡാമിലേക്കും പൊന്മുടിയിലേക്കും പോകുവാണ്. ആദ്യം നെയ്യാർ ഡാമിലേക്ക് പോവും, പിന്നീടാണ് പൊന്മുടിയിലേക്ക് പോവുക. അപ്പോൾ നെയ്യാർ ഡാമിൻ്റെ വീഡിയോസ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കാണണേ. നെയ്യാർ ഡാമിൽ ഞങ്ങൾ പോകുന്നത് ആദ്യമായിട്ടാണ്. പൊന്മുടിയിൽ ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. ഞങ്ങൾ നെയ്യാർ ഡാം കാണാനൊക്കെ ഇറങ്ങി ഫുള്ള് നടന്ന് കാണേണ്ടതാണല്ലോ. അപ്പോൾ നടന്ന് എന്തൊരു ചൂട്, ഭയങ്കര ചൂടും വെയിലുമാണ്. ഞങ്ങൾ മുൻപൊരിക്കൽ പൊന്മുടിയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോഴേ ചേട്ടൻ്റെ മാമൻ്റെ മോനും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ മോള് ചോദിക്കുന്നത്, നമ്മൾ പാറയുടെ മേളിൽ അന്ന് കയറിയില്ലേ, മാമൻ വന്നല്ലോ, അവിടെയല്ലേ നമ്മൾ പോകുന്നതെന്നാണ്. പക്ഷെ അവൾ പറയുന്നത് കേൾപ്പിക്കാത്തത് വേറൊന്നും കൊണ്ടല്ല, കാറിൽ പാട്ടിട്ടിട്ടുണ്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ പോളിസി പ്രകാരം കോപ്പിറൈറ്റ് വരും, അതുകൊണ്ടാണ്. ജോയൽ ചേട്ടൻ്റെ ഫോൺ വാങ്ങി ഗൂഗിൾ മാപ്പ് നോക്കി ചേട്ടന് വഴി പറഞ്ഞു കൊടുക്കുവാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് ചോദിച്ചാലും അവൻ ഫോണും തരില്ല, ഒന്നും തരത്തില്ല. അമ്മ അവിടെ ഇരുന്നാൽ മതി, ഞാൻ പപ്പയ്ക്ക് വഴി പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയും. പിന്നെ പൊന്മുടിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ബോണക്കാട് വെച്ച് ഒരു ചെറിയ വഴിയിൽ കൂടി വണ്ടി തിരിച്ചു വിടുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ചിറ്റാർ പാലം പുനർനിർമ്മാണം നടക്കുന്നു എന്നൊരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ പച്ചപ്പരവതാനി എന്ന പേരിൽ പൊന്മുടി അറിയപ്പെടുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ ഒരു മലയോര മേഖലയാണ് പൊന്മുടി. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 61 കിലോമീറ്റർ ദൂരമുണ്ട് പൊന്മുടിയിലേക്ക്. 22 ഹെയർ പിൻ വളവുകളാണുള്ളത്. ഈ വളവുകളൊക്കെ താണ്ടി പോകുമ്പോൾ കാടിൻ്റെ 2 സൈഡും എന്ത് ഭംഗിയാണെന്നറിയോ. ഇതുവരെയും പൊന്മുടിയിൽ വരാത്തവർ ഉറപ്പായും ഒരു വട്ടമെങ്കിലും വരണം. സത്യം പറയാലോ, പൊന്മുടി മലനിരകളുടെ മുകളിലേക്ക് എത്തുന്നതിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ റോഡ് ശരിക്കും എനിക്കൊരു വിസ്മയമാണ്. ഞാൻ ചേട്ടനോടും ചോദിച്ചു, ഇത് എങ്ങനെയായിരിക്കും ഇവർ ഈ റോഡ് കണ്ടെത്തിയ? ആ എഞ്ചിനീയറുടെ തല അപാരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉടനെ എത്തും. പൊന്മുടി അപ്പർ സാനിറ്റോറിയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി വനം വകുപ്പിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്. അപ്പോൾ പൊന്മുടിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ആ ടിക്കറ്റ് കൗണ്ടറിൽ കയറി ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് 20, മുതിർന്നവർക്ക് 40. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 40 രൂപയാണ്. അവിടെ ഗൂഗിൾ പേ മാത്രമേ ഉള്ളൂ. അവിടെ നെറ്റ്വർക്കും ഇല്ല, നമ്മുടെ ഫോണിലൊന്നും റേഞ്ച് ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ പേ ചെയ്യാനായിട്ട് അവരുടെ വൈഫൈ കണക്റ്റ് ചെയ്യാനായിട്ട് തരും. പാസ്വേഡ് നമുക്ക് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണക്റ്റ് ചെയ്ത് വേണം നമ്മൾ പേ ചെയ്യാനായിട്ട്. സമയക്രമം എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെയാണ്. ഏകദേശം ഒരു 7ാമത്തെ ഹെയർ പിന്നൊക്കെ നമ്മൾ പിന്നിടുമ്പോൾ നമുക്ക് തണുപ്പൊക്കെ തോന്നി തുടങ്ങും. എൻ്റെ ചെവിയിൽ ബബിൾസ് പൊട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ മക്കളോട് ചോദിക്കുവാണ്, നിങ്ങളുടെ ചെവിയിൽ ബബിൾസ് പൊട്ടി തുടങ്ങിയെന്ന്. അപ്പോൾ അവരും പറയുന്നുണ്ട് അവരുടെ ചെവിയിലും ബബിൾസ് പൊട്ടി തുടങ്ങിയെന്ന്. മാത്രമല്ല, നമ്മളെടുത്ത ടിക്കറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം കുറച്ച് ദൂരം കൂടെ പോകുമ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ട്, ടിക്കറ്റ് അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അത് സൂക്ഷിച്ചു വയ്ക്കുക, മിസ്സാക്കരുത്. നമ്മൾ ഏകദേശം എത്താറായി. നമ്മൾ പോകുന്ന വഴിക്ക് തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ചെറിയ ചെറിയ കടകളുണ്ടാവും. അതായത് നമ്മൾ അങ്ങ് മേളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കടകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ താഴെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വേണം പോവാനായിട്ട്. പൊന്മുടിയിലേക്കുള്ള 22 ഹെയർ പിന്നുമായി. നമ്മൾ എടുത്തു വെച്ച ടിക്കറ്റ് വീണ്ടും ഇവിടെ ചെക്ക് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇവിടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മളെ മുൻപോട്ട് കടത്തി വിടുകയുള്ളൂ. പിന്നെ അവിടെ നിന്ന് അവർ പ്രത്യേകം പറയും, നിങ്ങൾ മേളിലെത്തിക്കഴിഞ്ഞാൽ വെള്ളമൊന്നും അവിടെ വാങ്ങാനായിട്ട് കടകളുണ്ടാവില്ല, അതുകൊണ്ട് താഴെ നിന്ന് എല്ലാം വാങ്ങിക്കൊണ്ട് വേണം പോകാനെന്ന് അവർ പ്രത്യേകം പറയും.
അപ്പോൾ നമ്മൾ പൊന്മുടിയിലെത്തി. മനോഹരമായ മരങ്ങളും പാറക്കൂട്ടങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. മുൻപ് നമ്മളിവിടെ വന്നപ്പോൾ KSRTCയുടെ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവും, പക്ഷേ ഇന്നവിടെ കണ്ടില്ല. പിന്നെ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നത്. നല്ല വെയിലും തണുപ്പും ഉണ്ട്. ഒത്തിരി പേരുണ്ടായിരുന്നു. അവധിക്കാലം കൂടെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും ആൾ. പക്ഷേ ഞങ്ങൾ അന്ന് പോയപ്പോൾ ഇത്രയും ആളില്ലായിരുന്നു. നമ്മളെവിടെ എത്തിപ്പോ? ഇതാ നിങ്ങളിപ്പോൾ കാണുന്നില്ലേ, ആ മലയിലേക്ക് പോകാനാണ് ജോയിൽ ഭയങ്കരമായിട്ട് ധൃതിപ്പെടുന്നത്. കാരണം അന്ന് വന്നപ്പോൾ നമ്മൾ ആദ്യം അവിടെയാണ് പോയത്. അവിടെ ആകുമ്പോൾ നല്ല തണുപ്പും കാറ്റും ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ചേട്ടൻ പറഞ്ഞു, ഇപ്രാവശ്യം അവിടെ ആദ്യം പോണ്ട, പിന്നീട് പോയാൽ മതി, നമുക്ക് ആദ്യം ഇങ്ങോട്ടൊക്കെ പോയി ഒന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വരാമെന്ന്. അപ്പോൾ ഇനി ഫോട്ടോഷൂട്ടാണല്ലോ. അങ്ങനെ 2 പേരോടും ഫോട്ടോ എടുക്കാനായിട്ട് 2 ആളെയും ഞങ്ങൾ പാറയുടെ മേളിൽ നിർത്തി. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോഷൂട്ടായാലോ. അത് കഴിഞ്ഞ് ചേട്ടൻ അടുത്ത സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ കൊണ്ടുവാക്കിയപ്പോൾ 2 പേർക്കും ഭയങ്കര പേടി. പാമ്പിൻ്റെ കാലമാണല്ലോ. പിന്നെ ചേട്ടൻ പോയി ഒന്നുമില്ലാന്ന് കാണിച്ചപ്പോൾ പിന്നെ 2 ആളും ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. ഇപ്പോൾ അവർ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന സിൽവർ പ്ലേ ബട്ടനാണ്. ഞങ്ങൾക്കൊരു ക്രിസ്ത്യൻ പ്രെയർ ചാനലുണ്ട്, അതിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ എൻ്റെയും ചേട്ടൻ്റെയും ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും മേളിലേക്ക് നടന്നു. കുത്തനെയാണ് വഴിയെങ്കിലും നടക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതാണ് അവിടുത്തെ കാലാവസ്ഥ. ഞങ്ങളങ്ങനെ ഇരുന്നപ്പോൾ ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ ദേഹത്ത് വീണു. ഇതെവിടെ നിന്ന് നോക്കിയപ്പോൾ വീണ്ടും വീണു. അപ്പോഴേക്കും ചേട്ടൻ പറഞ്ഞു മഴ പെയ്യും ഉറപ്പാണ്. ഇതേപോലെ വന്നാൽ തിരക്ക് കുറവായിരുന്നു. ഇന്നലെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്നലെ അവധിയല്ലേ. എന്തായാലും ക്യാമറ കണ്ണാടി പോലെയാണല്ലോ. എന്നാൽ പിന്നെ മുടിയൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ആ ക്യാമറയെ നോക്കി ഒന്ന് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു. ഒത്തിരി പേര് വ്യൂ പോയിന്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ ചുറ്റും കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ മഴ പെയ്യുമെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ ഇറങ്ങി. ഹലോ, ഇവിടെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് ഒതുങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം കാറിലിരിക്കണം. എന്നിട്ട് മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ വ്യൂ പോയിന്റിലേക്ക് കുറേ സ്ഥലത്തിലേക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കണം. മഴ പെയ്യുവാണെങ്കിൽ നോക്കാം എന്താണെന്ന്. ഭയങ്കര മഴയായിരുന്നു. ഞങ്ങളും ഏറ്റവും മേളിൽ കയറിയിരുന്ന ഈ മഴ ഫുൾ ഞങ്ങൾ നനയുമായിരുന്നു.
മഴത്തുള്ളി വീണപ്പോഴേ ഞങ്ങളിങ്ങ് ഇറങ്ങി, അതുകൊണ്ട് മഴ നനങ്ങില്ല. മഴ, പൊടി, മഞ്ഞ് ഇതൊക്കെ അടുത്തുകൂടി പോയാൽ മതി, അപ്പോഴേക്കും എനിക്കും മക്കൾക്കും അസുഖം വരും. പിന്നെ അങ്ങ് വ്യൂ പോയിന്റില്ലേ, അവിടെ നിന്നവരെല്ലാം മഴ നനങ്ങി. മാത്രമല്ല അപ്പുറത്ത് വലിയ പാറയുള്ള സ്ഥലം, അവിടെ ഇനി കയറാനും സാധിക്കില്ല, തെന്നി വീഴാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു 45 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ മഴ തോർന്നു. എന്നാലും ചാറ്റിലുണ്ട്, ഒപ്പം കോടമഞ്ഞും. നല്ല അടിപൊളിയായ കോടമഞ്ഞായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ കാണുന്നതിനേക്കാളും സൂപ്പറാണ്. കോടമഞ്ഞായപ്പോൾ ആ വലിയ പാറയും റോഡും ഒന്നും കാണാനില്ല. പിന്നെ ചാറ്റൽ മഴയും കോടമഞ്ഞും തണുപ്പും, സൂപ്പറോ സൂപ്പർ. വരാത്തവരുണ്ടെങ്കിൽ പൊന്മുടിയിൽ വരണം, ഉറപ്പായും വരണം. വന്നവരുണ്ടെങ്കിൽ പറയണ്ടല്ലോ, വീണ്ടും വീണ്ടും വരാൻ തോന്നും. പിന്നെ ഞാൻ മക്കളുടെ കയ്യിൽ കുടയൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊക്കെ ഓരോ വീഡിയോ എടുത്തു. അത് ഷോർട്സ് ആയിട്ടാണ് എടുത്തത്. മാത്രമല്ല നല്ല കാറ്റുണ്ടായിരുന്നു, ചെറിയ മിന്നലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുടയൊക്കെ കാറ്റ് കൊണ്ടുപോകുമെന്ന് തന്നെ വിചാരിച്ചു. അതൊക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ കോടമഞ്ഞൊക്കെ അവിടെ നിറഞ്ഞപ്പോൾ ഈ പിള്ളേർ സെറ്റായിരിക്കും, ഭയങ്കര കൂവലും വിളികളൊക്കെ ആയിരുന്നു. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല, നമ്മൾ നേരിട്ട് കാണണം. നല്ല തണുപ്പുണ്ട്, ചെറിയ ചാറ്റൽ മഴയുണ്ട്, ചെറിയ മിന്നലുണ്ട്, എല്ലാം ഉണ്ട്. എന്തായാലും പൊന്മുടിയിൽ വരാത്തവർ ഉറപ്പായും പൊന്മുടിയിൽ വന്ന് ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് അനുഭവിച്ച് അറിയണം. ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ പൊന്മുടി വിട്ട് പോവുകയാണ്. ഇവിടെ മഴയും ഒക്കെയാണ്, അപ്പോൾ നമുക്ക് കൂടുതലൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത് എപ്പോഴെങ്കിലും വരുമ്പോൾ മലയുടെ മേളിലും അങ്ങോട്ടൊക്കെ നിന്ന് വീഡിയോ എടുക്കാം. ഇപ്പോൾ എന്തായാലും മഴ തോരുന്നില്ല. നമ്മുടെ മക്കൾക്ക് 2 പേർക്കും മഴയൊക്കെ ഒരല്പം വീണാൽ അവർക്ക് ഉടനെ പനി വരും. പിന്നെ കുറേ നാളത്തേക്ക് പനി മാറത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയും ഞങ്ങളെയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.